നമസ്കാരം. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ സഖാക്കൾ ഇപ്പോൾ കൊട്ടിഘോഷിക്കുകയാണ്. അവർക്ക് കിട്ടിയ ഒരു തകർപ്പൻ ചാൻസായിട്ട് ഇതിനെ അവർ കരുതി. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണത്തിൽ സാമ്പത്തിക ദുരുപയോഗം നടന്നുവെന്ന വാദം അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ കയറി അങ്ങ് നല്ല കിടിലൊരു മറുപടി നടത്തിയിരിക്കുകയാണ്. അതായത് സമാഹരിച്ച ഫണ്ടിൽ നിന്ന് 1 രൂപയിൽ എങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനം താൻ ഈ നിമിഷം രാജിവെക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം സ്വയം ഈ ഒരു രാജിപ്രഖ്യാപനം നടത്തിയതോടുകൂടി പിന്നെ ഒരൊറ്റ സഖാക്കളെ പോലും മുന്നിൽ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഒരു സഖാവ് പോലും മുന്നോട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലുമുള്ള ഈ ഒരു മെഴുകൽ മാത്രമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഒരു ഓപ്പൺ ചാലഞ്ചാണ് മാങ്കൂട്ടം മുന്നോട്ട് വെച്ചത്. 1 രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചുവെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഈ നിമിഷം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി താൻ രാജിവെക്കുമെന്നാണ് മാങ്കൂട്ടത്തിന്റെ സ്പോട്ട് വെല്ലുവിളി. സാമ്പത്തിക കുറ്റവാളിയായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും മാങ്കൂട്ടം തുറന്നടിച്ചു. ഇപ്പോൾ 88,68,277 രൂപ ആ അക്കൗണ്ടിലുണ്ട്. 780 കോടി രൂപ ഈ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ട് ഒരു ചുക്കും വയനാട്ടിൽ അവർ ചെയ്തില്ല. സംസ്ഥാന സർക്കാർ ഒരു വീട് പോലും നിർമ്മിച്ചു നൽകിയിട്ടില്ല. ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകിയ ഒരു വീട് അവിടെ കാണിച്ചു തരാമോ എന്ന് രാഹുൽ മാങ്കൂട്ടം MLA പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതിനും സഖാക്കൾക്ക് ഉത്തരമില്ല. അന്തരീക്ഷത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത ഒരു കുപ്രചരണമാണ് ഇതെന്ന് മാങ്കൂട്ടം തുറന്നടിച്ചു. 27 ദിവസം വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെലവഴിച്ചു. മനസ്സ് വിറങ്ങലിച്ച നിരവധി കാഴ്ചകളാണ് വയനാട്ടിൽ അന്ന് ഉണ്ടായത്. 8 ലക്ഷം രൂപ വിലമതിക്കുന്ന 30 വീടുകൾ നിർമ്മിക്കാൻ യൂത്ത് കോൺഗ്രസ് അതുകൊണ്ട് തന്നെ തീരുമാനിച്ചുവെന്നും 50 ആളുകൾക്ക് വാടക വീടുകൾ ഒരുക്കി കൊടുക്കുമെന്നും പറഞ്ഞു. അതിനെ പണം നേരിട്ട് സമാഹരിക്കേണ്ട എന്നാണ് തീരുമാനിച്ചത്. വിവാഹത്തിനൊക്കെ തന്നെ സദ്യ വിളമ്പിയും അതുപോലെ തന്നെ മീൻ വിറ്റും പണം സമാഹരിച്ചു. ക്യാമ്പിൽ ഒരു പ്രതിനിധി പോലും വയനാട് പ്രവർത്തനത്തിന് വിമർശിച്ചിട്ടില്ല എന്നും പറയുമ്പോഴാണ് അതിനെ CPMകാർ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആർക്കും പരിശോധിക്കാമെന്നും മാങ്കൂട്ടം തുറന്നടിച്ചു. എന്നാൽ എല്ലാ സംവിധാനങ്ങളുമുള്ള സർക്കാരും സർക്കാരിനെ നിയന്ത്രിക്കുന്ന CPMും അതിനുശേഷം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. സർക്കാർ വഴിവിട്ട് നൽകിയ എല്ലാ കണക്കുകളും രാഹുൽ മാങ്കൂട്ടം ഇവിടെ വലിച്ചു കുടയുകയാണ്. പണ്ട് മുതൽ തന്നെ അനാവശ്യ പല കാര്യങ്ങൾക്കും കേരളത്തിലെ ജനങ്ങളുടെ പണം സർക്കാർ ചെലവഴിച്ചത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടം തുറന്നു കാട്ടി. അങ്ങനെ ആരും അറിയാതെ ഒളിച്ചു വെച്ച പല തട്ടിപ്പുകളും മുഴുവൻ പുറത്തു വരാൻ രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിച്ചത് വഴി കാരണമായി എന്നുള്ളതാണ് CPMന് ഇതുവഴി ആകെ തിരിച്ചു കിട്ടിയത്. മാങ്കൂട്ടത്തിൽ